ഇതിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസ് ഈ വൈറ്റ് ഹോർസിലൊക്കെ വന്ന പ്രിൻസസിനെയൊക്കെ എസ്കേപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു. സോ അതുപോലെ എൻഡിലൊക്കെ വരും. ഞങ്ങൾ ഈ എന്റെ സിനിമ എന്റെ ഉണ്ടാവും, ഞങ്ങൾ ഇങ്ങനെ ഡെഡ് ആവില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നോ? That we thought. എന്നിട്ട് ബാക്കി പറയൂ, എക്സ്പീരിയൻസ് പറയൂ സെറ്റില്. It was very good. Yeah. Everyone was very friendly and kind. No. How ആ ഒരു സീൻ മാത്രം ചെയ്ത സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? The hanging scene. The hanging scene. Yeah. I was very up high. There was glass on the floor, real glass. So I was actually pretty scared. Yeah, actually, the first time I went, I was pretty scared. The second time I went, a little bit scared. The third time I went, I enjoyed it. I thought, and then Abhi, who was in the bench over there, I just did a flying thing and then he recorded it. He was like, wee. So you guys enjoyed a lot, Yeah. right? So again, upcoming movies are waiting, right? Yeah. So സാറിന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്തെങ്കിലും നമ്മൾ പ്ലാനിലുണ്ട്, അതൊന്നും ഫൈനലൈസ് ആയിട്ടില്ല. കൺഫേം ചെയ്ത് നമ്മൾ പറയുന്നത് ശരിയല്ല. ഇൻഷാല്ലാ എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. മാർഗോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയി കഴിഞ്ഞാലും വളരെ ഇത്രയും സക്സസ് ആയാലും ആൻഡ് ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ടു ദ ഓഡിയൻസിന്. സോ ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നു, ഡയറക്ടർ ഉണ്ട്, അതേപോലെ ഉണ്ണി വരുന്നു, സാറിനെ അപ്രോച്ച് ചെയ്യുന്നു. ഒരു ട്രയാങ്കിൾ പോലെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു പല ലാംഗ്വേജിലേക്ക് കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ ഇതൊരു പാൻ ഇന്ത്യ ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നോ? ലൈക്ക് വെൻ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ മൂവി, ഈ ഒരു മൂവി തുടങ്ങി കഴിഞ്ഞു, ആ ഒരു സമയത്ത് ഇങ്ങനെ ഇത് പോസ്റ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ഉണ്ടായിരുന്നോ? ഈ സിനിമ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. കാരണം ഫാമിലി, റിവെഞ്ച്, ഇതൊക്കെ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ സിനിമ നമ്മൾ തുടങ്ങുന്നത് ഒരു പാൻ ഇന്ത്യൻ മൂവി അങ്ങനത്തെ രീതിയിലല്ല നമ്മൾ തുടങ്ങുന്നത്. നമ്മളൊരു പ്യൂർലി മലയാളം മൂവി എന്നുള്ള രീതിയിൽ തന്നെ തുടങ്ങിയത്. പക്ഷേ പതിയെ ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ മൂവി എന്നുള്ളത് ഓഡിയൻസ് ആണ് പറഞ്ഞു തുടങ്ങിയത്, നമ്മളല്ല പറഞ്ഞത്. ഒരു ഫസ്റ്റ് ഇതിനൊരു ടാഗ് ലൈൻ പാൻ ഇന്ത്യൻ എന്നുള്ളത് കൊടുത്തത് ഓഡിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം രവി വസു സാറായിരിക്കാം. പിന്നെ നമ്മളുടെ ടീസർ വന്നതിന് ശേഷം അതിൻ്റെ ഫ്രെയിംസ് കണ്ടപ്പോഴും ആ ഒരു ക്വാളിറ്റി ഉണ്ടെന്നുള്ള രീതിയിലാണ് ആൾക്ക് പാൻ ഇന്ത്യ എന്ന് പറഞ്ഞത്. പിന്നെ മൂവി ഇറങ്ങിയപ്പോഴും നമ്മൾ ഹിന്ദി, മലയാളത്തിൻ്റെ കൂടെ തന്നെ ഹിന്ദി ലാംഗ്വേജും സെയിം ഡേന് റിലീസ് ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ ഒരു പുഷ് നോക്കിയിട്ട് അടുത്ത ലാംഗ്വേജിലേക്ക് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഇപ്പോൾ തമിഴും തെലുഗും, ഞാൻ നേരത്തെ പറഞ്ഞ തമിഴും തെലുഗും ഇപ്പോൾ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം മലയാളത്തിൽ നിന്ന് വിട്ട് അതർ ലാംഗ്വേജസിലും നല്ല ഒരു പേരുണ്ടാക്കിയിട്ടുണ്ട്. മാർക്കോ എന്നുള്ള സിനിമ നല്ല പേരുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദിയിലായാലും നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 50 സ്ക്രീനിൽ ഇറക്കിയ സിനിമ പിന്നെ 140 സ്ക്രീൻസ് ആയി, ഇപ്പം 350 സ്ക്രീൻസ് ആയി. ഇനി വീണ്ടും ആഡ് ഓൺ ചെയ്ത് വരികയാണ്. അപ്പോൾ ഹിന്ദിയിൽ ഉണ്ടാവുന്ന ഒരു ബൂം ഇപ്പം GCCയിൽ 1-ാം തീയതി മുതൽ ഹിന്ദി ഇവിടെ റിലീസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആഡ് ഓൺ ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ ലിമിറ്റേഷനിൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. സിനിമയ്ക്ക് കിട്ടിയൊരു സ്വീകാര്യത തന്നെയാണ് നമുക്കത് ഇത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആയത്. ഇതില് ഇപ്പം ഉണ്ണി മുകുന്ദൻ ആസ് എൻ ആക്ടർ എക്സ്ട്രീം ലെവലിലാണ്, നല്ല രീതിക്കാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഓരോരുത്തരെയും എടുത്തു പറയാൻ വേണ്ടിയിട്ടില്ല. സോ ഒരാൾ ഇതിൽ മാറ്റി കാസ്റ്റ് ചെയ്യാൻ ആണ് എന്നുള്ള എപ്പോഴെങ്കിലും ചിന്തിച്ചില്ല? മാറ്റി കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഉണ്ണിയുടെ പ്രൊജക്റ്റാണ്. കാരണം എനിക്ക് ആ പ്രൊജക്ട് തരുന്നത് ഉണ്ണിയാണ്. ഞാൻ ഉണ്ണിയുടെ കോൺഫിഡൻസിലാണ് ഈ പ്രൊജക്റ്റിലേക്ക് വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ മാറ്റാൻ പറ്റില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ എനിക്കൊരു വേറെ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തത് എന്താ വെച്ചാൽ, നമ്മുടെ ഡാപ്സി ഇഷ്യൂ വന്നപ്പോൾ ഇങ്ങനെ ഒരു മാറ്റുക സിറ്റുവേഷൻ വന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ സിറ്റുവേഷനിൽ ഡാപ്സിനെ മാറ്റുകയല്ല ചെയ്തത്. അപ്പോൾ നമ്മൾ പകരം ഓഡിയൻസ് പറഞ്ഞ പോലെ ഒരു പുതിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കിയതാണ്. അപ്പോൾ അതിലും പല രീതിയിലും എഗെയിൻസ്റ്റ് കാര്യങ്ങൾ വന്നിരുന്നു. അതായത് ആക്ടറെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ പറയുകയാണെങ്കിൽ, അതായത് നമ്മളൊരു പോസിറ്റീവ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ലിമിറ്റേഷനിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുക. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മൾ സിനിമയുടെ ആക്ടർ മാറ്റാൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ ഡയറക്ടർ മാറ്റാൻ പറ്റില്ല. നമ്മൾക്ക് സിനിമ ഇറങ്ങുന്നതിന് മുൻപ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ലിമിറ്റേഷനിലുള്ള നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് ഇനിയും ട്രൈ ചെയ്യും. ഞാൻ ഈ ഇഷ്യൂ വന്ന സമയത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആ സിംഗറിന് വന്ന സമയത്ത്, ബ്ലഡ് എന്ന് പറഞ്ഞ സോങ് ഇറങ്ങിയ സമയത്ത് ഡാപ്സിയുടെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ലൈക്ക് അപ്പം ഓരോരുത്തർ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവരെ മാറ്റുമോ അവരെ മാറ്റുമോ എന്നുള്ള ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ലിമിറ്റേഷനുള്ളത് നമുക്ക് മാറ്റാൻ പറ്റും. അത് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ, കാരണം ഈ സിനിമ സ്വീകരിക്കേണ്ടത് ഓഡിയൻസ് ആണ്. ഏതൊരു സിനിമ ഒരു ഡയറക്ടർ, ഒരു ആക്ടർ, ഒരു പ്രൊഡ്യൂസറും അത് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് ഹിറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അത് ഓഡിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാവുന്നത്, അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നമ്മൾ കാര്യം പബ്ലിക്കിലേക്ക് വിടുമ്പോൾ ഓഡിയൻസിൻ്റെ ഭൂരിഭാഗം ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ആ ട്രൈ ചെയ്തിട്ടുണ്ട്, അത് ഇനിയും ട്രൈ ചെയ്യും. അത് കാരണം എല്ലാവരും 100% പെർഫെക്റ്റ് അല്ല.
നമ്മളുടെ ജഡ്ജ്മെന്റും 100% ശരിയാവണമെന്ന് എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല. അതെ. അപ്പോൾ നമ്മളുടെ ജഡ്ജ്മെന്റ് തെറ്റുന്ന സിറ്റുവേഷനിൽ മറ്റുള്ളവർ നമ്മൾ തിരുത്താൻ നോക്കുമ്പോൾ ആ തിരുത്തുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മളത് ചെയ്യാൻ ട്രൈ ചെയ്യും. ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ടാവില്ലേ? ഫസ്റ്റ് മൂവിയാണ്, സോ എന്തായാലും ക്രിറ്റിസിസംസ് വന്നിട്ടുണ്ടാവും. സോ ഹൗ യു ഫേസ് ഇറ്റ്? അല്ല, ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റിലെ തീരുമാനം എടുത്തത് ഞങ്ങൾ ഈ നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് നമുക്ക് പോയിന്റ് നമുക്കത് ശരിയാക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമുക്കത് ശരിയാണെന്ന് തോന്നുകയാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. ബാക്കി നമ്മളെ കുറിച്ചിട്ട് മോശമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് തുടക്കത്തിൽ എടുത്തത്. നമ്മളത് ഇഗ്നോർ ചെയ്ത് കളയാം. കാരണം അവരുടെ ഭാഗത്ത് നിന്ന് അവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ അവർ ശരിയായിട്ടായിരിക്കും അവർ ചിന്തിക്കുന്നത്, നമുക്കായിരിക്കും അത് തെറ്റെന്ന് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ശരികളിൽ നമ്മൾ തിരുത്തേണ്ട ആവശ്യം നമുക്കില്ല, നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. ഇത്രയും നേരമായിട്ട് നമ്മളെല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആള് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒരാൾ ഇത്ര ഒന്നും മിണ്ടുന്നേ ഇല്ല. പറയൂ, ഇനി ആള് ഇത് ഇപ്പൊ മിണ്ടാതിരിക്കുന്നത് നോക്കണ്ട, ആള് അത്യാവശ്യം നല്ലോണം സംസാരിക്കുകയും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. മോള് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. ചേച്ചി പറഞ്ഞു കഴിഞ്ഞു, ഇനി മോള് പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു, സിനിമ സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, അവിടെയുള്ള ആളുകളുടെ സെറ്റിൽ മിങ്കിൾ ചെയ്യുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു, ഉണ്ണിയേട്ടനായിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്തത്, നിങ്ങളുടെ ലാസ്റ്റത്തെ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസ് സീൻ ചെയ്തത്. ആൻഡ് പപ്പയോ അമ്മയോ എന്തായാലും ഉണ്ടാവും, സെറ്റിൽ ഉണ്ടായിരിക്കും. സോ ഹെൽപ്പ് ചെയ്തോ പറയൂ. Yeah, they helped me practice the lines, and she had a line in the അത് ഉണ്ണീനെ കുറിച്ചിട്ട് ഇൻട്രൊഡക്ഷൻ സീനിൽ ഇവള് പറയുന്ന ഒരു ചെറിയൊരു ഡയലോഗ് ഉണ്ട്, he has huge swag. അപ്പൊ അത് അവളിങ്ങനെ ലൈൻസ് പഠിക്കുന്നു. പറയോ? മലയാളത്തിലായിരുന്നു അത്. മലയാളം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അവന് ഹനീഫ് ഇംഗ്ലീഷിലേക്ക് ആക്കി കൊടുത്തതാണ്. പറയാമോ? he has huge swag. ഓക്കെ, എന്നിട്ട് അത് ബാക്കി പറയൂ. Ishan was kind. Unni was friendly and he helped for acting. And Durva auntie was friendly and ഹനീഫ് Hanif uncle. Abhi, Kabir uncle. Yeah. Kabir uncle was very funny. Funny. Kabir uncle was very funny. In real life പുള്ളി ഫണ്ണി തന്നെയാണ്. അത് കറക്റ്റാണ്. ഹനീഫിന്റെ ഒക്കെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം പുള്ളി ഒരു ഡയറക്ടർ സൈഡിൽ നിന്ന് ഇവർക്ക് കൊടുത്തൊരു സപ്പോർട്ട് തന്നെയാണ് അവർ നന്നായി ചെയ്തത്. കാരണം ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന ഒരാൾക്ക് അത് ചെയ്യുന്നത് നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്രെഡിറ്റ് ഹനീഫിനുള്ളതാണ്. കാരണം ഹനീഫ് അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൂടെ നിർത്തിയിട്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അവരുടെ കംഫർട്ട് അനുസരിച്ചിട്ട് ഹനീഫ് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലേ? So you are very happy in the set, right? Yeah. So enjoyed the movie? Yeah. No, not the proper time you saw the movie, right? So time വരുമ്പോ വേഗം പോയി മൂവി കണ്ടിട്ട് എന്താന്ന് പറഞ്ഞു തരണേ എങ്ങനെയുണ്ട് എന്നുള്ളത്. മാർക്കോ മൂവി ആക്ച്വലി എന്തായാലും വൺ ഹിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ വിചാരിച്ചതിലും കൂടുതലായിട്ട് നമ്മളിപ്പോ പല തിയേറ്റേഴ്സിലേക്കായാലും ഫസ്റ്റ് പ്രൊജക്ട് കൂടാണ്. ആൻഡ് ദ സെലക്ഷൻ വാസ് സോ ഗുഡ്. ഉണ്ണിയുടെ ആ കോൺഫിഡൻസ് എടുത്ത് അത്രയും യെസ് നമുക്ക് ചെയ്യാം എന്നുള്ളത് ചെയ്തതിൽ എന്തായാലും സക്സസ്ഫുൾ ആയി പോകുന്നതിൽ ഐ എം സോ ഹാപ്പി. ലൈക്ക് അവർ ഓഡിയൻസ് ഓൾസോ വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. സോ നെക്സ്റ്റ് പ്രോജക്ട്സ് എന്ത് തന്നെയായാലും ആസ് സൂൺ ആസ് പോസിബിൾ ഞങ്ങളിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു ഫോർ ദ ടൈം, ബിക്കോസ് യുവർ പ്രസൻസ്. Thank you. Thank you so much for having us also. അപ്പൊ താങ്ക് യു മൂവി വേൾഡ് മീഡിയ ഞങ്ങളെ ഹോസ്റ്റ് ചെയ്തതിൽ. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. Happy New Year.